my channel. Now, in the video title kandappo സംഗതി പിടികിട്ടി കാണുമല്ലേ? അതെ, എങ്ങനെ വീട്ടിലിരുന്ന് ഹെയർ സ്പാ ചെയ്യാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ബിസി ഷെഡ്യൂൾ കാരണം നമുക്കൊരു പാർലറിൽ പോയിട്ട് ഒരു ഹെയർ സ്പാ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഹെയർ കെയർ റൂട്ടീൻ നമുക്ക് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനോ ഒന്നും സാധിക്കില്ല. അത് കാരണം നമ്മുടെ ഹെയറിന് ഒത്തിരി ഡാമേജസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി പേര് എനിക്കിങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഹെയർ കെയർ റൂട്ടീൻ കാണിക്കാമോ, പിന്നീട് നമ്മുടെ ഹെയർ ഡ്രൈ ആയി പോകുമ്പോഴും ഡൾനെസ് ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിന്നീട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെയർ മാസ്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒത്തിരി റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഹെയർ കെയർ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന്. പ്ലം ഗുഡ്നെസിന്റെ ഒലിവ് ആൻഡ് മെക്കഡമിയ ഹെയർ കെയർ റേഞ്ച് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോകുന്നത്. പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ ഷാംപൂ, പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ കണ്ടീഷണർ, പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ ഹെയർ മാസ്ക്. പിന്നീട് ഒരു സ്പെഷ്യൽ കാര്യം എന്ന് വെച്ചാൽ പ്ലമ്മിന്റെ ഹെയർ കെയർ റേഞ്ചിൽ ഈ ബാക്കിൽ നോക്കിയാൽ കാണാം 7 ഫ്രീ ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് ദിസ് പ്രോഡക്റ്റ് ഇസ് ഫ്രീ ഫ്രം സൾഫേറ്റ്സ്, silicones, alcohol, parabens, propylene glycol, zinc, phthalates. 7 harmful chemicals നിന്നും തികച്ചും ഫ്രീ ആണിത്, which makes this product absolutely natural. പിന്നീട് ഈ ഒരു ഹെയർ കെയർ പ്രോഡക്ട്സ് എല്ലാ ഹെയർ ടൈപ്പിനും സൂട്ടബിൾ ആണ്. നമ്മൾ എപ്പോഴും ഷാംപൂ കണ്ടീഷണേഴ്സ് ഒക്കെ മേടിക്കാൻ സമയത്ത് ഈ 7 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം സിലിക്കോൺസും പാരബീൻസും ഇതുപോലത്തുള്ള കെമിക്കൽസും ഒന്നും നമ്മുടെ ഹെയറിനും ഹെയർ സ്കാൽപ്പിനും ഒന്നും നല്ലതല്ല. അപ്പം എപ്പോഴും ചെക്ക് ചെയ്തിട്ട് ഒരു ഷാംപൂ കണ്ടീഷണറൊക്കെ മേടിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിനി 1 by 1 പോവാം. ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ബെനിഫിറ്റ്സും ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ ഹെൽത്തി ഹൈഡ്രേഷൻ ഷാംപൂ ആണ്. ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ഷാംപൂ ആണ്. ഒരു ഡ്രൈ ഡൾ ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് നമ്മുടെ ഹെയറിനെ നറിഷ് ചെയ്തെടുക്കും. പിന്നീട് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഇത് ഭയങ്കര ജെന്റിൽ ആയിരിക്കും. ഇത് ഒരു കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല നമുക്ക് ലോങ് റണ്ണിൽ തികച്ചും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാംപൂ ആണ്. പ്ലാന്റ് ബേസ്ഡ് കെരാറ്റിൻ ഉള്ളത് കാരണം നമ്മുടെ ഹെയറിനെ ഇത് നല്ല സ്ട്രെങ്തൻ ചെയ്ത് വെക്കും. ഇതിൽ ഒരു തരത്തിലുള്ള കെമിക്കൽസും ഇല്ല. അത് കാരണം നമ്മുടെ സ്കാൽപ്പിനെ ഇത് നന്നായിട്ട് നറിഷ് ആൻഡ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടീഷണർ ആണ്. ഷാംപൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം കണ്ടീഷണർ അല്ലേ വരുന്നത്. പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ റിച്ച് നറിഷ് കണ്ടീഷണർ ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഷിയ ബട്ടർ, ഒലിവ് എക്സ്ട്രാക്ട്സ് ആൻഡ് മെക്കഡമിയ ഓയിൽ ആണ്. ഇത് 100% സിലിക്കോൺ ഫ്രീ കണ്ടീഷണർ ആണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. നമ്മുടെ ഹെയറിനെ സോഫ്റ്റ്, സ്മൂത്ത് ആൻഡ് ഷൈനി ആക്കി നിലനിർത്താൻ സഹായിക്കും. വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് ഫോർ കെമിക്കലി ട്രീറ്റഡ് ഹെയർ. അതായത് നമ്മുടെ ഹെയർ ഇപ്പോൾ കെമിക്കലി ട്രീറ്റഡ് ആണെങ്കിലോ, ഇപ്പോൾ എൻ്റെ ഹെയർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അത് കളേർഡ് ഹെയർ ആണ്. അത് കാരണം എനിക്കും യൂസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കളേർഡ് ഹെയർ ആണെങ്കിലും പ്രശ്നമില്ല, ട്രീറ്റഡ് ഹെയർ ആണെങ്കിലും പ്രശ്നമില്ല, നമ്മുടെ നാച്ചുറൽ ഹെയർ ആണെങ്കിലും പ്രശ്നമില്ല. എല്ലാ ടൈപ്പ് ഓഫ് ഹെയർസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പേഴ്സണലി പറയാനുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷണർ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഹെയറിൽ ഒരു ടാങ്കിൾസും ഇല്ലായിരുന്നു. എളുപ്പത്തിന്, അതായത് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒട്ടും തന്നെ ടാങ്കിൾസ് വരുന്നില്ലായിരുന്നു. എളുപ്പത്തിൽ ഡീടാങ്കിൾ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അത് കൂടാതെ തന്നെ ഇത് 100% നാച്ചുറൽ ഒരു പ്രോഡക്റ്റ് ആണ്. അത് കാരണം അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രേഗ്രൻസും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഒക്കെ ഹെയറിന് കിട്ടും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ മെഗാ മോയ്സ്ചറൈസിംഗ് ഹെയർ മാസ്ക്. ഇത് ശരിക്കും ഒരു മാജിക്കൽ പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ 3 പ്രോഡക്ട്സിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ മാസ്ക് ആണ്. അത് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് അത്രയും ഒരു ഹാപ്പിനെസ്സോടെ ഞാൻ കാണിച്ചിരുന്നത്. പ്ലം ഒലിവ് ആൻഡ് മെക്കഡമിയ ഹെയർ മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഹെയറിനെ, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ സ്കാൽപ്പിനെയും നല്ല ഡീപ്പായിട്ട് നറിഷ് ആൻഡ് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കും. ഈ ഒരു ഹെയർ മാസ്കും നമ്മൾ ഷാംപൂ കണ്ടീഷണർ പോലെ തന്നെ കെമിക്കലി ട്രീറ്റഡ് ഹെയർ ആണെങ്കിൽ പോലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ നമ്മുടെ നാച്ചുറൽ ഹെയർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷാംപൂ ആൻഡ് കണ്ടീഷണർ അപ്ലൈ ചെയ്തതിന് ശേഷം ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് നമ്മൾ നമ്മുടെ ഹെയറിലും നമ്മുടെ ടിപ്പിലും ലെങ്ത്തിലും എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വരെ നമുക്കിത് വെക്കാം. അപ്പോൾ വെച്ചതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അധികം സമയം കളയേണ്ട. ഈ ഒരു ഷാംപൂ കണ്ടീഷണർ എസ്പെഷ്യലി മാസ്ക് എങ്ങനെയാണ് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. വീട്ടിലിരുന്ന് വെറും 3 സ്റ്റെപ്പ് കൊണ്ട് എങ്ങനെ ഹെയർ സ്പാ ചെയ്യാം എന്നാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. ഇതൊരു കുഞ്ഞ് ഡെമോൺസ്ട്രേഷൻ ആണ്. അപ്പോൾ ഈ ഒരു സ്പാ ചെയ്യാനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് Plum Olive and Macadamia Healthy Hydration Shampoo. Actually, ഞാൻ ഷാംപൂ ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുകയാണ്. എൻ്റെ ഹെയർ വെറ്റായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ടെക്സ്ചറും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഷാംപൂവിൻ്റെ ടെക്സ്ചർ ആദ്യം കാണാം. ഇതൊരു ജെൽ ഫോമിലാണ് വരുന്നത്.
നല്ല മൈൽഡ് ഷാംപൂ ആണ്, ഭയങ്കര ഫ്രേഗ്രൻസ് ആണ്, അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ആവും. എന്നിട്ട് ഹെയറിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, സ്കാൽപ്പിലും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പിലും ലെങ്ത്തിലും എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്തത് പ്ലം ഒലിവ് ആൻഡ് മാക്കഡേമിയ റിച്ച് നറിഷ് കണ്ടീഷണർ ആണ്. ഈ പ്രോഡക്റ്റിന്റെ ടെക്സ്ചർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പ്ലം ഒലിവ് ആൻഡ് മാക്കഡേമിയ റിച്ച് നറിഷ് കണ്ടീഷണറിന്റെ ടെക്സ്ചർ. ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞതുപോലെ നന്നായിട്ട് ഹെയർ ഷാംപൂ കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം എക്സസ് വാട്ടർ എല്ലാം ഡ്രെയിൻ ചെയ്ത് കളയണം. അതിനുശേഷം നമ്മുടെ ഹെയറിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ഈ കണ്ടീഷണർ ബോട്ടിൽ നിന്നും എടുക്കുക. എടുത്തതിന് ശേഷം ഒരല്പം വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്യുക. ഒരല്പം, വളരെ കുറച്ച് ക്വാണ്ടിറ്റി വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് ഹെയർ ലെങ്ത്തിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ടീഷണർ അപ്ലൈ ചെയ്യാൻ സമയത്ത് സ്കാൽപ്പിൽ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യരുത്. കണ്ടീഷണർ നന്നായിട്ട് ഹെയറിൻ്റെ ലെങ്ത്തിലും ടിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ ഒന്നില്ലെങ്കിൽ ഒരു നോട്ട് പോലെ കെട്ടിവെക്കുക, അല്ലെങ്കിൽ അതുപോലെ അങ്ങ് ലീവ് ചെയ്തിടുക. സമയമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 മിനിറ്റ് എങ്കിലും അതുപോലെ വെക്കുക. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനിയാണ് പ്രധാന സ്റ്റെപ്പ് വരുന്നത്. ഈ ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്പാ ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഹെയർ മാസ്ക്. ഇത് പ്ലമ്മിൻ്റെ ഒലിവ് ആൻഡ് മാക്കഡാമിയ മെഗാ മോയ്സ്ചറൈസിങ് ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഈ മാസ്ക് ആണ് ഞാൻ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നില്ല, അത്ര നല്ല ബ്യൂട്ടിഫുൾ ഫ്രേഗ്രൻസ് ആണ്. ഇനി നമുക്ക് ഹെയർ മാസ്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നോക്കാം. അപ്പോൾ ഇതിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണം. ലെങ്ത്തിൽ വരെ അപ്ലൈ ചെയ്യണം, ടിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഞാനിങ്ങനെ ഒരു അല്പം സ്ട്രാൻഡ്സ് ആയിട്ട് എടുത്ത് ചെയ്യുവാണ്. ഇത്ര ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കുന്നത്. എന്ന് വെച്ചാൽ അധികം കൂടുതലും അല്ല, അധികം കുറവും അല്ല, അങ്ങനത്തെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ ഈ ടോപ്പ് പോർഷനിൽ ഒരല്പം ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ്. ഒരു നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അല്പം സ്കാൽപ്പിൻ്റെ പുറത്തുള്ള ഈ ഹെയർസിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് നമ്മുടെ ഹെയറിന്റെ ടിപ്പിൽ ഒരല്പം എക്സ്ട്രാ ഹെയർ മാസ്കും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ ഹെയറിനെ നന്നായിട്ടൊന്ന് കെട്ടിവെക്കണം. എന്നിട്ട് ഒരു ഷവർ ക്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഷവർ ക്യാപ്പ് വെക്കുക ഹെയറിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടവല് കൊണ്ട് നന്നായിട്ട് കെട്ടിവെച്ചാലും മതി. ഇനി നമുക്കിത് 20 മിനിറ്റ്സ് ഹെയറിൽ ഇങ്ങനെ വെച്ചിട്ട് റിലാക്സ് ചെയ്യാം. ഇപ്പോൾ ഹാഫ് ആൻ അവർ വെക്കണമെങ്കിൽ ഹാഫ് ആൻ അവറും വെക്കാം, അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ 20 മിനിറ്റ്സോ ഹാഫ് ആൻ അവറോ കഴിഞ്ഞിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട്. ഞാനിപ്പോൾ ഹെയറിൽ എന്താ പറയുക, വാഷ് ചെയ്തതിന് ശേഷം മാസ്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നാച്ചുറലി ഡ്രൈ ആയതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് നാച്ചുറലി ഡ്രൈ ആവുന്ന സമയത്ത് അതൊരു വേറെ ടെക്സ്ചർ ആയിരിക്കും തരുന്നത്. അപ്പം നമ്മളിപ്പം ബ്ലോ ഡ്രൈ ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ച് സ്മൂത്ത് ആയിട്ടൊക്കെ കിടക്കും. പക്ഷേ പ്ലം ഒലിവ് ആൻഡ് മാക്കഡാമിയ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നാച്ചുറലി നമ്മുടെ ഹെയർ ഡ്രൈ ആയാലും നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ശരിക്കും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഈ ഒരു ഹെയർ കെയർ റേഞ്ച്, പ്ലമ്മിൻ്റെ ഒലിവ് ആൻഡ് മാക്കഡാമിയ ഹെയർ കെയർ റേഞ്ച് എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. പ്ലം ഒലിവ് ആൻഡ് മാക്കഡാമിയ ഹെയർ കെയർ റേഞ്ചിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഈ പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. പ്ലമ്മിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നാണ് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കാനായിട്ട് Anuradha 10 എന്ന് പറയുന്ന കോഡും കൂടി എൻ്റർ ചെയ്യുക. പ്ലം ഗുഡ്നെസിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ ജെനുവിൻ റിവ്യൂ ആണ്. നിങ്ങൾ എല്ലാവരും ഈ പ്രോഡക്ട്സ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവും. എന്തായാലും എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിലിരുന്ന് ഹെയർ സ്പാ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.